എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഈ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ കുടുംബമായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നന്ദി പിതാവേ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണല്ലോ നാം എല്ലാവരും ആയിരിക്കുന്നത്. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നമുക്ക് വേണ്ടി കർത്താവ് വീര്യപ്രവർത്തികളെ ചെയ്യും. നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എല്ലാത്തിലും കർത്താവ് എന്നെ സാക്ഷിയാക്കി മാറ്റും. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നു. ഇന്നും കർത്താവിൻ്റെ വചനത്താൽ ദൈവം നമ്മളെ ശക്തീകരിക്കും. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ സാക്ഷിയാക്കി മാറ്റും. കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. ആമേൻ. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേട്ടോ. വചന ചിന്ത എന്തിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്? ദൈവത്തിന്റെ സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കരത്തിന് താഴ്മയായിരിക്കും. നിങ്ങളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർ. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, തക്ക സമയത്ത് താഴ്മയുള്ളവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് അല്ലേ. അപ്പൊ ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിന്റെ ഒരു വാച്ചുണ്ട്. ഞാൻ അങ്ങനെ അങ്ങ് പറയുവാണ്. കർത്താവിന്റെ കരത്തിൽ ഒരു സമയം നോക്കുന്ന ഒരു വാച്ചുണ്ട്. ആ സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, അയ്യോ ഇന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ പ്രവർത്തിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിലെ ആകുലതകൾ നമ്മൾ കേട്ടു. നമ്മുടെ സകല ചിന്ത ആകുലങ്ങളും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക. ദൈവം എനിക്ക് വേണ്ടി കരുതും. അപ്പൊ നമുക്കൊരു ചോദ്യം വന്നേക്കാം, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് വേണ്ടി കരുതുന്നത്? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ദൈവം ആയതുകൊണ്ട്. എന്നാൽ ദൈവം എന്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി കരുതുന്നില്ല? ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം നിങ്ങളുടെ കുടുംബമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒരു യാത്ര പോവുക, കുടുംബമായിട്ട് നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ മക്കളും ഒക്കെ ആയിട്ട് നിങ്ങളൊരു യാത്ര പോവാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരും ഒക്കെ ആയിട്ട് നിങ്ങൾ യാത്ര പോവുക. അങ്ങനെ നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങളൊരു ഹോട്ടലിൽ കയറി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചു, വയറ് നിറച്ച് നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് ഇരുന്നതിന് ശേഷം അപ്പം ഞാൻ അതിലെ വന്നു, ഇപ്പം എന്നെ ഒരു പരിചയമില്ല, ഇനി ഞാൻ പോട്ടെ. ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി വന്നിട്ട് ആഹാരം കഴിച്ചിട്ട് ആ വ്യക്തി പറയുകയാണ്, ഇതുകൊണ്ട് ആ ഇരിക്കുന്ന ഫാമിലി ഉണ്ടല്ലോ അവരിതിൻ്റെ മുഴുവനും പൈസ നൽകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുവോ ഇല്ലയോ? കൊടുക്കുവോ ഇല്ലയോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല. ഒരു പരിചയമില്ലാത്ത ഒരു കൂട്ടമായിക്കോട്ടെ, ഒരാൾ പോട്ടെ, ഒരാൾ ചിലപ്പോൾ നമ്മളെ സഹായിക്കുമായിരിക്കും. ഒരു കൂട്ടം ആളുകൾ വന്ന് ആഹാരം കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ കൊടുക്കത്തില്ല. നിങ്ങൾ പറയും ഞങ്ങൾ കഴിച്ചതിന്, നോക്കിയാൽ ഞാനല്ല, ഞങ്ങൾ കഴിച്ചതിൻ്റെ പൈസ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മാത്രം കൊടുക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ അത്രയും എണ്ണം ഉള്ളൊരു 10 പേര് വന്നെന്ന് വിചാരിച്ചു, ആ 10 പേരുടെ കാശ് നിങ്ങൾ കൊടുക്കത്തില്ല. പകരം നിങ്ങൾ വന്ന 6 പേരോ 20 പേരോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾ എത്ര ആൾക്കാർ വന്നാൽ പോലും, ഇനി 20 40 പേരാണെങ്കിലും നിങ്ങൾ ആ പൈസ പറയും ഞങ്ങളുടെ മാത്രം കൊടുക്കും, നിങ്ങളുടെ പൈസ കൊടുക്കത്തില്ല. അതിൻ്റെ കാരണം ഇവിടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ. ഞാനിത് പറഞ്ഞ വേറൊന്നുമല്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കടുകട്ടി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് അവിടെ കാണിക്കുന്നത്, നിങ്ങളുമായിട്ടുള്ള ബന്ധം. ഇതേപോലെ നിങ്ങളുടെ സകല ചിന്ത ആകുലങ്ങളും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും ആകുലങ്ങളും അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം എല്ലാവരെയും സഹായിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബൈബിൾ പറയുന്നുണ്ട്, ഇനി കരുണ തോന്നുന്ന വ്യക്തിയോട് കരുണ തോന്നത്തുള്ളൂ. അതുകൊണ്ടല്ലേ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരുന്ന സമയത്ത് പത്രോസ് ശ്ലീഹ ചോദിക്കുന്നു, കർത്താവെ സകലതും വിട്ടേച്ച് ഞാൻ അങ്ങയെ അനുഗമിച്ചാൽ എന്തു കിട്ടും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞില്ല, ആഹാ കൊള്ളാലോ നീ എന്ന് പറഞ്ഞില്ല, ഭൂമിയിൽ
ഈ വരുന്ന ഭൂമിയിലും ഇനി വരാൻ പോകുന്ന ലോകത്തിലും ഈ ലോകത്തിലും 100 ഇരട്ടി നിനക്ക് തരും, നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് തരും, അവർക്ക്. 2 വാക്ക് കണ്ടോ, നിങ്ങൾ, അവർ. ഇത് രണ്ടും ഒരു വ്യത്യാസം കണ്ടോ. അപ്പൊ കർത്താവിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ സകല ചിന്ത ആകുലങ്ങൾക്കും വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. അതുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെടുക, രക്ഷാപദ്ധതി, വിശ്വാസ ജീവിതം, ഇതിനൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ വചനപ്രകാരമുള്ളൊരു കൂട്ടായ്മയിൽ നിങ്ങൾ പോയിരിക്കണം. തട്ടിക്കൂട്ടി നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് നിങ്ങൾക്കറിയാവോ, നിക്കോദീമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3 അവിടെ കാണാൻ പറ്റും. നിക്കോദീമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വലിയ പണ്ഡിതനാണ്, യഹൂദന്മാരുടെ വലിയ പണ്ഡിതനാണ്. ആ മനുഷ്യൻ രാവിലെ യഹൂദന്മാരുടെ കൂടെ ഇരുന്നുകൊണ്ട് വലിയ പരിശുദ്ധമൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, റബി, നീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്ന ഒരാളാണ്, വലിയ കാര്യമൊക്കെ. യേശു കർത്താവിനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുവാണ്. കർത്താവിൻ്റെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർത്താവിനെ ഇങ്ങനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് ഉത്തരവാക്കുന്നത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ എളുപ്പ വഴികളില്ല. പകലിരുന്നുകൊണ്ട് യഹൂദന്മാരുടെ കൂടെ പോയിരുന്നുകൊണ്ട് അവരുടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് അവർ യേശുവിനെ അംഗീകരിക്കാതെ അവരുടെ കൂട്ടും കൂടി വൈകുന്നേരമായപ്പോൾ ഞാൻ റബിയാന്നും ഗുരുവാന്നും ദൈവത്തിൽ നിന്ന് വന്നയാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ നിനക്ക് എന്ത് ചെയ്യത്തില്ല, ദൈവരാജ്യത്തിൽ കയറണോ, വീണ്ടും ജനിക്കണം, യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം. ഇത് വലിയ പോയിന്റാണ്. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ ഗുണമെന്ന് അറിയാവോ, ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് നിങ്ങൾ കയറും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു കാര്യം. ഞാൻ ആ വാക്യം ഒന്ന് എടുക്കാവേ, ഒരു നിമിഷം ഞാൻ ആ വാക്യം എടുക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ആ വാക്യം കണ്ടോ, ഫിലിപ്പിയ ലേഖനം 3:20 ആ വാക്യം കണ്ടോ. എൻ്റെ കൂടെ ഇന്ന് ഉറക്കി ഒന്ന് പറയാൻ പറ്റുമോ? വായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ച്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് മതി. ആ 20 മാത്രം വായിച്ചാൽ മതി. നോക്കിയേ, നമ്മുടെ പൗരത്വമോ, ഇതാണ് പ്രധാനപ്പെട്ട ഘടകം. പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് നാം വിശ്വസിക്കുന്നു. അവൻ സകലതും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് ഏകീഭവിക്കുന്നു. ഇത് വലിയ പോയിന്റാണ്. പൗരത്വം ലഭിക്കണം. രക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുന്നു. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ പറ്റി പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അങ്ങോട്ട് കൊടുക്ക്. കാര്യം നിങ്ങൾ ആരാന്നറിയും, ഇപ്പം സ്വർഗത്തിലെ പൗരന്മാരാണ്. അപ്പൊ സ്വർഗത്തിലെ പൗരന്മാർക്കൊരു പ്രശ്നമുണ്ടായാൽ, അവർക്കൊരു ചിന്താ ആകുലങ്ങൾ ഉണ്ടായാൽ, അവർക്കൊരു ഭാരമുണ്ടായാൽ, അത് കർത്താവ് അതിന് പരിഹാരം കൊടുക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം ലഭിച്ചവരാണ്. അപ്പൊ സ്വർഗീയ പൗരത്വം ലഭിച്ച, ഞാൻ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് പല ആൾക്കാരും കളിയാക്കി, എന്തുകൊണ്ടാണ് ഈ കൈകൊട്ടിപ്പാടുന്ന ആൾക്കാരുടെ കൂടെ നടക്കുന്നത്, എന്തിനാണ് ഈ ഒച്ചയും ബഹളവും വെക്കുന്ന ആരാധിക്കുന്ന ആൾക്കാരുടെ പുറകെ നടക്കുന്നത്, വേറെ എന്തെല്ലാം പരിപാടിയുണ്ട്, നാണക്കേട്, എന്തിനാണ് ഇങ്ങനെ പോയിരുന്ന് വചനം കേൾക്കുകയും നേരെ ചൊവ്വേ ഒരു സഭാ ഹോള് പോലുമില്ല, ഒരു ആരാധന ഹോള് പോലുമില്ല, ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഇത്രയും നിങ്ങൾക്ക് വെല്ലുവിളികൾ ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും എൻ്റെ സകല ഭാര ചിന്താകുലങ്ങൾക്കും വേണ്ടി കരുതുന്ന ഒരു ദൈവരാജ്യമുണ്ട്, എനിക്ക് അവിടെ പൗരത്വമുണ്ട്. അപ്പം അവിടെ പൗരത്വമുള്ള വ്യക്തിക്ക് നിങ്ങൾക്കറിയാം. അപ്പോൾ ചിലർ ചിന്തിക്കും, ബ്രദറെ, അത് നിത്യജീവന്റെ അവകാശത്തെ പറ്റിയും അവിടെയുള്ള ജീവിതത്തെ പറ്റി അല്ലേ പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ, ചിന്താ ആകുലം, സ്വർഗത്തിൽ നിത്യതയിൽ പോയ ഒരു വ്യക്തിക്ക് ചിന്താ ആകുലം വരുമോ? നിങ്ങൾ പറ, സ്വർഗത്തിലേക്ക് പോയൊരു വ്യക്തിക്ക് ചിന്താ ആകുലങ്ങൾ വരുമോ? ഭാരങ്ങൾ വരുമോ? നമ്മള് നിത്യതയെ പറ്റി പറയുന്നത് നിത്യതയെ പറ്റി പറയുന്നത് എന്താ? കറ, വാട്ടം, ചുളുക്കം, മാലിന്യം എന്നിവയില്ലാത്ത സ്വസ്ഥമായ യെരൂശലേം എന്നല്ല പറഞ്ഞത്, ദൈവത്തിന്റെ സ്വസ്ഥമായ യെരൂശലേം, പുത്തൻ യെരൂശലേം. അപ്പൊ അവിടെ പോയിട്ട് പിന്നെ ഭൂമിയിലാണ് നമുക്ക് ഈ ചിന്ത ആകുലങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും വെല്ലുവിളികളും ഒക്കെ ഉള്ളത്. നമുക്ക് ഈ ഭൂമിയിലാണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയാണ് പത്രോസ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കി, ആ വാക്യം കാണാൻ പറ്റുന്ന എല്ലാവരും സ്ക്രീനെ നോക്കിയേ. 1 പത്രോസ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ പറയുന്നു, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നത്. സ്വർഗത്തിലെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്.
ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ താന്നിരിക്കണം. അടുത്തത് 5-ാം വാക്ക്, നിഗളികളല്ല നിങ്ങൾ, നിഗളികളെ പോലെ ആകരുത്. എന്നിട്ട് പറയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്ത ആകുലങ്ങളും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, അപ്പൊ സകല ചിന്തകളെയും ആകുലങ്ങളെയും കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാൻ എനിക്ക് എവിടുന്നാണ് ഈ ഒരു അധികാരം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമായിരിക്കുന്നു. സ്വർഗീയ പൗരത്വം രക്ഷാ പദ്ധതിയിലൂടെ ലഭിച്ചിരിക്കുന്നു. ഇവിടെ നാം ധൈര്യം കാണിക്കണം. കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ കളിയാക്കി കഴിഞ്ഞാൽ ചിലർ ഈ കളിയാക്ക നിമിത്തം എന്ത് ചെയ്യുന്നറിയാം, പ്രാർത്ഥനയ്ക്ക് പോക്ക് നിർത്തും. ഓ ബ്രദറെ, അവരെല്ലാം എന്നെ പരിഹസിക്കുക, അപ്പം എനിക്ക് അവരെ എന്ത് ചെയ്യാനും പറ്റത്തില്ല, അപ്പം അവരെല്ലാം പരിഹസിക്കുന്നത് കൊണ്ട് എനിക്ക് ഉണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ വരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കളിയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരാത്തവരുണ്ട്. ഞാനൊരു കാര്യം പറയാവേ, ഒരു പ്രശ്നം വന്നാൽ ഇതുവരെ ആരും കാണത്തില്ല. ബൈബിൾ വചനം പറയുന്നു, കർത്താവായ യേശു എന്നെ ദൈവം എന്നെ സഹായിക്കുന്നില്ല എങ്കിൽ ലോകത്തിൽ ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അറിയോ? ഇവിടെ നോക്കിയേ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതായി വരുമെന്ന് വിശ്വസിക്കും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇനി നിങ്ങൾ നോക്കിയേ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം നോക്കിയേ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ, അപേക്ഷ എന്നല്ല നിങ്ങൾ ചോദിക്കുക എന്നാണ്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ അറിയിക്കണം. അപ്പം ഇത് അറിയിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. ആദ്യം നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നത്തിന് പരിഹാരം ദൈവരാജ്യത്തിലുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും പരിശോധിക്കുന്നവർ ആകണം. ഒരു നിമിഷം, ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്കൊന്ന് ഹോൾഡ് ചെയ്യുവാണേ, ഒരു നിമിഷം. ആമേൻ. അപ്പം നമ്മളെപ്പോഴും ദൈവരാജ്യം എന്ന് പറയാൻ കാരണം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുന്നു. ഇതാണ് രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോടൊക്കെ ചേരുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്ന പോലെ മതം മാറുന്നതല്ല, ദൈവരാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കുന്നു. ഇവിടെ പൗരത്വം ലഭിച്ചവർക്ക് മാത്രമേ ഉള്ളൂ ദൈവരാജ്യത്തിൻ്റെ ബെനിഫിറ്റുകൾ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു ഉദാഹരണം അല്ലേ, ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് അമേരിക്കയിലുള്ള ബെനിഫിറ്റുകളെ കിട്ടുമോ? ഒന്ന് പറഞ്ഞ്, ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തി, ഇന്ത്യൻ പൗരന് അമേരിക്കൻ ബെനിഫിറ്റുകൾ കിട്ടുമോ? നിങ്ങളിനി എത്ര കടന്ന് ഒച്ചത്തിൽ പറഞ്ഞാലും, ഇനി എത്ര റൊണാൾഡ് ട്രംപിനെ പുകഴ്ത്തി പറഞ്ഞാലും, എന്തെല്ലാം ചെയ്താലും അമേരിക്കയിലുള്ള ആനുകൂല്യങ്ങൾ ഇന്ത്യൻ പൗരന് കിട്ടത്തില്ല. ഇത് തന്നെയാണ് രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ദൈവരാജ്യത്തിൽ വെച്ചിരിക്കുന്ന സകലതും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദൈവരാജ്യത്തിലെ പൗരത്വം ലഭിക്കണം. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിലെ പൗരത്വം ലഭിച്ചിരിക്കുന്നു. ഈ പൗരത്വം ലഭിക്കുന്ന സമയത്ത്, ഈ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്നറിയാവോ? കർത്താവ് നമ്മളെ പോറ്റി പുലർത്തും, ദൈവം നമ്മളെ പുലർത്തും. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ എന്തൊക്കെ ഭാരമുണ്ടായാലും മനുഷ്യനത് പരിഹരിക്കാൻ കഴിയത്തില്ലാത്തതായിരിക്കാം, മെഡിക്കൽ സയൻസിനും പരിഹാരമില്ലാത്തതായിരിക്കാം, ലോകത്തിന് പരിഹാരമില്ലാത്തതായിരിക്കാം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ഭാരം വരും അല്ലേ? നമ്മൾ പറയത്തില്ല, കർത്താവേ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവസന്നിധിയിൽ ഇത്രയും നിന്നിട്ടും എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്നൊരു ഭാരം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇന്നു മുതൽ പറഞ്ഞോണം, കർത്താവേ സ്വർഗീയ പൗരന്മാർക്കുള്ള അവകാശങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണണം. ഈ അവകാശങ്ങളെ അന്വേഷിക്കണം. അന്വേഷിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അന്വേഷിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് ലഭ്യമുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇത് ദൈവരാജ്യത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ പോലും ദൈവരാജ്യത്തിലുള്ളതും അന്വേഷിക്കണം. ആമേൻ. അപ്പോൾ ഒരു വ്യക്തി രക്ഷാ പദ്ധതിയിലേക്ക് വരുമ്പോൾ അവന് സ്വർഗീയ പൗരത്വം കിട്ടുന്നു. അങ്ങനെ സ്വർഗീയ പൗരത്വം ലഭിച്ച വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ഫുൾ ഗ്യാരണ്ടിയാണ്.
3-ാം വാക്യത്തിൽ പൗരത്വത്തെ പറ്റി പറഞ്ഞിട്ട് 4-ാം വാക്യത്തിൽ പൗലോസ് ലീഗ പറയുകയാണ് ഒന്നിനെ പറ്റി വിചാരപ്പെടേണ്ട. പത്രോസ് ലീഗ തന്റെ അധ്യായത്തിൽ വെളിപ്പെട്ട് പറയുകയാണ്, ഇവിടെ നോക്കിയേ, അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തും. നോക്കിക്കേ, പൗരന്മാരാ നിങ്ങൾ, ഒന്നും പേടിക്കണ്ട. ഒരു കാര്യം ചെയ്താൽ മതി, ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ താന്നിരിക്കണം. ഇതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങൾ ചാടിക്കേറി ഒന്നും ചെയ്യാൻ പോകരുത്, നെഗളം ഉണ്ടാകരുത്, നെഗളം കയറരുത്. എപ്പോഴും ഓർത്തണം, ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവമാണ് എനിക്ക് ജീവിതത്തിൽ എല്ലാ മേഖലയിലും എന്നെ ഉറപ്പായി. അപ്പം എങ്ങനെയായിരിക്കും എന്നെ ദൈവം അനുഗ്രഹിക്കുന്നത്? എപ്പോഴും പറഞ്ഞോണം, അസൂയ തോന്നുമാർ എൻ്റെ ദൈവം എന്നെ വളർത്തും. അനേകർക്ക് അസൂയ തോന്നുമാർ എൻ്റെ ദൈവം, ഈ ലോകത്തിൽ ലഭിക്കാത്ത ശ്രേഷ്ഠമായ കാര്യങ്ങൾ ദൈവരാജ്യത്തിലുണ്ട്. ഇതൊക്കെ എൻ്റെ മേൽ വന്നാൽ ലോകം അത് അസൂയപ്പെടും. ലോകം അത് എന്നെ കണ്ട് അസൂയപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യരുത്? നെകളിക്കരുത്. ഇതാ അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്നെ ഉയർത്തുമ്പോൾ ഞാൻ ഉയർന്നാന്ന് തോന്നരുത്, പകരം ദൈവം എന്നെ ഉയർത്തുന്നതാണ് എപ്പോഴും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ താന്നിരിപ്പിൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ സകല ചിന്ത ആകുലങ്ങളും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇതൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാവേ. ഇവിടെ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ദൈവത്തിനൊരു സമയമുണ്ട്, എപ്പോഴും ദൈവത്തിനൊരു സമയമുണ്ട്. ഇത് മറന്നുപോലെ, ദൈവം അബ്രഹാം പിതാവിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. നീണ്ട കാലഘട്ടം അബ്രഹാം പിതാവും സാറാമ്മച്ചിയും കാത്തിരുന്നു, തലമുറ ഉണ്ടാകുന്നില്ല. ദൈവം പറഞ്ഞു തലമുറയെ തരും. എന്ന് തരുമെന്നോ എപ്പോൾ തരുമെന്നോ ദൈവം പറഞ്ഞിട്ടില്ല. ആ സമയത്ത് തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ, പിന്നീട് പറയുന്നുണ്ട് അടുത്ത ആണ്ടിൽ. എന്നാൽ അതിനു മുമ്പ് ദൈവം മിണ്ടിയില്ല. കുറേ നാൾ ഇവർ വാഗ്ദത്തമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, കുറേ നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കുറേ നാൾ യഹോവയുടെ സന്നിധിയിൽ വാഗ്ദത്തങ്ങളെ തട്ടിയും തടവിയൊക്കെ ഇരുന്നുകൊണ്ടിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. ഒരു ദിവസം അബ്രഹാം പിതാവും സാറാമ്മച്ചി ഒരു തീരുമാനം എടുത്ത്, കാര്യം ചെയ്യും, നമുക്കൊരു മകനെ വേണം. യഹോവ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായാലും ഞാൻ ഗർഭം ധരിക്കത്തില്ല, എൻ്റെ ഗർഭപാത്രം ഏകദേശം അടഞ്ഞിരിക്കുക, നിർജീവമായി പോയി. ബൈബിൾ പറഞ്ഞ പോലെ സ്ത്രീകൾക്കുള്ള പതിവെല്ലാം നിന്നുപോയി, വയസ്സായി. സാറാമ്മച്ചി എന്ത് ചെയ്തു? എൻ്റെ ദാസിയിൽ നിന്നും നമുക്കൊരു മകനെ എന്ത് ചെയ്യുക, എടുക്കാം. അങ്ങനെ അബ്രഹാം പിതാവിനെ നിർബന്ധിച്ച് എന്ത് ചെയ്തു? ദാസിയിൽ നിന്നും ഒരു മകനെ ജനിപ്പിച്ചു, പേരിട്ടു ഇസ്മായിൽ. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയമാകുന്നു, ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞപ്പോഴാണ് അബ്രഹാം പറഞ്ഞത്, ഇല്ല കർത്താവേ, ഇസ്മായേൽ മതി എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, എലയാസർ എൻ്റെ മുമ്പിൽ ജീവനോട് ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് കണ്ടോ, ഞാൻ നിനക്ക് നിന്റെ ഭാര്യയായ സാറായിൽ നിന്നും ഒരു മകനെ തരുമെന്നാണ് പറഞ്ഞത്. എപ്പോ തരും? എൻ്റെ കൂടെ പറഞ്ഞ്, തക്ക സമയത്തെ കിട്ടത്തുള്ളെന്ന് പറ, ധൃതി വെക്കരുതെന്ന് പറ. നമ്മൾ ദൈവത്തെ സഹായിക്കാൻ പോകരുത്, ദൈവത്തെ സഹായിക്കാൻ പോകരുത്. കുഴപ്പത്തിൽ വലിയ ഇന്നും ലോകം അനുഭവിക്കുന്നതും ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതുമായ ഈ ബൈബിൾ ഒരു വാക്യമുണ്ട്. നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാൻ പറ്റും, പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ തക്ക സമയത്ത് ഉയർത്തും. നമ്മൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ അത് തലവേദനയായി മാറും, നമ്മുടെ ജീവിതത്തിൽ അത് നാശമായി മാറും. അതുകൊണ്ടാണ് എപ്പോഴും ഓർത്തോണേ. അപ്പം ഞാൻ എന്തു ചെയ്യും ബ്രദറെ? എനിക്ക് ഈ വിഷയത്തിൻ്റെ അകത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ നമ്മുടെ പ്രയറിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രയർ ലിങ്കിലൂടെ ഈ സൂം പ്രയറിലേക്ക് പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പം തക്ക സമയത്ത് പ്രവർത്തിക്കും. അപ്പം ഈ ഭാരം വരുമ്പം, ഈ ഭാരം എപ്പോഴാണ് വരുന്നറിയാവോ? പരിഹാരം ഇല്ലാത്തപ്പോഴാണ്. 10,000 രൂപ വായ്പ ചോദിച്ചു, ആകെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ, തരാമെന്ന് പറഞ്ഞ എല്ലാ വഴിയും അടഞ്ഞു, മൈക്രോ ഫിനാൻസുകാരും ലോകത്തുള്ള സകല ഡോറും അടഞ്ഞു, ഇനി ഒരു ഡോറും എനിക്ക് മുമ്പിൽ തുറക്കാനില്ല. വലിയ ഭാരം കയറി, പ്രാർത്ഥിച്ചിട്ടും സമാധാനം കിട്ടുന്നില്ല. കടക്കാരൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നു, ഒരു സ്വസ്ഥതയില്ല. ബ്രദറാണെ വിളിച്ചു പറയുന്നത്, യഹോവ ഈരെ ദൈവം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എങ്ങനെ കിട്ടും? ഈ ഭാരം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥതയില്ല, മരിച്ചാൽ കൊള്ളാന്ന് തോന്നൽ വന്നുകൊണ്ടിരിക്കുക, എങ്ങോട്ടല്ലേ ഇറങ്ങിപ്പോകാൻ തോന്നുക, ഭാരം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് സമാധാനമില്ല, ഇനി ശരിയാകത്തില്ലെന്ന് തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് മനപ്രയാസമായതിനെയാണ് ആകുലതകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം അങ്ങോട്ട് കൊടുത്തിട്ട് എങ്ങനെ കൊടുക്കുന്നറിയാവോ? ദൈവരാജ്യത്തിൽ നിന്ന് എടുക്കണം, കൊടുത്തിട്ട് എടുക്കണം. നോക്കി, കരുതലുണ്ട്. കരുതൽ കിട്ടണമെങ്കിൽ കയ്യിലുള്ളത് കൊടുക്കണം, അങ്ങോട്ട് കൊടുക്ക്. കർത്താവേ, എനിക്കിത് ഞാനിപ്പോൾ നോക്കിയ മെഡിക്കൽ റിപ്പോർട്ടും എൻ്റെ ഭാരവും എൻ്റെ ജീവിതവും എല്ലാം ഞാൻ അങ്ങോട്ട് ഇടുക, എന്നിട്ട് ഇങ്ങോട്ട് അതിങ്ങി താ.
എന്നിട്ട് പിടിച്ചങ്ങോട്ട് മേടിക്ക്. ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അങ്ങോട്ട് പറയും, ഇതേ നടക്കത്തുള്ളൂ, ഇതേ നടക്കത്തുള്ളൂ. ഇതിന് വിരോധമായി പൊങ്ങുന്നതിനെല്ലാം ദൈവം മാറ്റിക്കോളും. കാര്യം ഞാൻ പൗരനാണ്, എനിക്ക് പൗരത്വമുണ്ട്. പൗരത്വം ഒരു അവകാശം, അറിയാവോ? ഇന്ത്യൻ പൗരനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങളുണ്ട്, അറിയാവോ? നിങ്ങൾ നമ്മുടെ നിയമപുസ്തകമൊക്കെ വായിക്കണം. ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥമായിരിക്കാൻ അവകാശമുണ്ട്, റോഡിൽ വാഹനം ഓടിക്കാൻ അവകാശമുണ്ട്, വീട് വെക്കുവാൻ അവകാശമുണ്ട്. ആർക്കും, ഞാനിപ്പോൾ നിങ്ങളൊരു സ്ഥലം മേടിച്ച് വീട് പണിതിട്ട് ഞാൻ പറയാം ഇതൊന്നും ഇവിടെ വെക്കാൻ പറ്റത്തൊന്നുമില്ല, ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കുവാൻ അവകാശമുണ്ട് ഇന്ത്യൻ പൗരന്. എന്നാൽ ഇന്ത്യൻ പൗരൻ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് ഒരു വീട് വെച്ചാൽ, അതായത് അനധികൃതമായിട്ട് പ്രവേശിച്ചിട്ട് അവിടെ കുടിയേറ്റം കയറിയിട്ട് ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ കയറി താമസിച്ചാൽ അവിടെ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടുത്തെ പൗരന്മാർ ഓടിക്കും നിങ്ങളെ. കാരണം നിങ്ങൾക്ക് അവിടുത്തെ പൗരത്വമില്ല. ഇതേപോലെ ദൈവരാജ്യത്തിലെ പൗരന്മാർക്ക് അവകാശങ്ങളുണ്ട്. ഇനി ഇത് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അറിയണം. എന്നിട്ട് ആ ചിന്തകളോടും ആകുലതയോടും പറ, ഈ ഭൂമിയിലത്തെ പൗരത്വമുള്ളവൻ ആകുലപ്പെടണമെങ്കിൽ സ്വർഗത്തിലെ പൗരത്വമുള്ളവൻ സന്തോഷിക്കണം. സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. ആ വാചനം പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാവേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കോട്ടെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നോക്കി, ഒന്നിനെക്കുറിച്ചും വാറിയിലാകണ്ട. കൊച്ചിൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ വലിയ വിഷയം, പ്രായം കൂടിക്കൊണ്ടിരിക്കുക, വലിയ വിഷയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എന്തു ചെയ്യും? ഇത് വിചാരമാണ്, ഇത് ഭാരമാണ്. പ്രാർത്ഥിച്ചാൽ ഇത് മാറത്തില്ല. അതെന്താ പ്രാർത്ഥിച്ചാൽ മാറാത്തതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ വിചാരങ്ങൾ മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? വിചാരപ്പെടരുതെന്ന് ബൈബിൾ പറയുമ്പോൾ വിചാരം മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയെന്നല്ല, എല്ലാം ചോദിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. അപ്പൊ ദൈവത്തെ അറിയിക്കുന്നത് എങ്ങനെയാ? സ്തോത്രത്തോടു കൂടെ അറിയിക്കുക. അപ്പം കർത്താവേ, സ്തോത്രം എന്ന വാക്കിന്റെ അർത്ഥം താങ്ക്സ് ഗിവിങ്, തന്നതിന് നന്ദി. ഇങ്ങനെ അങ്ങോട്ട് അറിയിച്ചാൽ തിരിച്ചിങ്ങോട്ട് കിട്ടും. എങ്ങനെ അറിയിക്കേണ്ടത്? നമ്മുടെ ആവശ്യങ്ങളൊക്കെയും തന്നതിനായി നന്ദിയെന്ന് അറിയിക്കുക എത്രേ വേണ്ടത്. അപ്പം ഇങ്ങനെയാണ് അങ്ങോട്ട് പറയേണ്ടത്. എൻ്റെ കർത്താവേ, എൻ്റെ അഭിഷേകം ഒന്ന് ശരിയാക്കി തരണമെന്ന് പറയുന്നത് പൗരന്മാരല്ല, കുടിയേറ്റക്കാരാ. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, അപേക്ഷിക്കുന്നവൻ പൗരനല്ല, കുടിയേറ്റക്കാരാന്ന് പറ. അപേക്ഷിക്കുന്നവൻ പൗരനല്ല, അനധികൃതമായി പ്രവേശിച്ചവനാ, അവൻ പൗരനൊന്നുമല്ല. നിങ്ങളുടെ വീട്ടിലോട്ട് ഒരാൾ കുടിയേറി പാർത്ത്, നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾ രാവിലെ പോയപ്പോഴേക്കും വിരിച്ചിട്ട് നിങ്ങളുടെ മുറിയിലോട്ട് ഒരാൾ വന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും സുഖമായി പുതച്ചു കിടക്കുന്നു, അവൻ അനധികൃതമായി കുടിയേറിയവനാ. അവനെ പുറത്ത് താടിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെയാണ് അവകാശം. ഇതേപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ കരഞ്ഞുകൊണ്ടല്ല പറയേണ്ടത്, സ്തോത്രത്തോടെ. പൗരന്മാർ എന്ത് ചെയ്യണം? നമ്മൾ പോയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ പറയുക, എൻ്റെ പോലീസ് ഓഫീസിൽ ചെന്നിട്ട് പറയുക, എൻ്റെ സാറേ എൻ്റെ വീട്ടിൽ കയറുള്ള താമസിപ്പിക്കുക, എങ്ങനെയും ഒന്ന് ഇറക്കി തരാം. അല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ അവകാശത്തിൽ കിടക്കുന്ന എൻ്റെ പറമ്പിൽ ഒരുത്തൻ അനധികൃതമായി കയറിക്കുന്നു, അവനെ ഒഴിപ്പിക്കുവാൻ എനിക്ക് അധികാരത്തോടെ ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ. കർത്താവേ, അത് തന്നതിനായി സ്തോത്രം, തന്നതിനായി സ്തോത്രം, തന്നതിനായി നന്ദി. അത് തന്നെയാണ് സ്തോത്രം. അപ്പം അവിടെ എന്ത് ചെയ്യണം? അവകാശങ്ങളെ ചോദിക്കുവാൻ പൗരന്മാർക്കുണ്ട്, മറ്റവർക്കെല്ലാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പം രക്ഷിക്കപ്പെടാത്തവൻ പ്രാർത്ഥിച്ചാലും യേശു പ്രവർത്തിക്കും. രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ സ്നാനപ്പെടാത്ത ഒരു വ്യക്തി പ്രാർത്ഥിച്ചാലും യേശു അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവകാശിയല്ല അവൻ, അവൻ പൗരനല്ല. അവൻ ദൈവത്തിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ടങ്ങളെ, മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കളെ ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ യേശു പറഞ്ഞ മക്കളുടെ അവകാശം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ല, പക്ഷെ താഴെ വീണ നായ്ക്കുട്ടിക്ക് എടുക്കാം. ഇതൊക്കെ വലിയ കട്ടിയുള്ള വാക്കുകളാണ് യേശു പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണോ ദൈവസന്നിധി പോയിട്ട് പറയാം, കർത്താവേ, ഞാൻ എന്നെ അവകാശിയാക്കിയിരിക്കുകയാണല്ലോ അപ്പ, അങ്ങനെ കൈവിടത്തില്ല. ധൈര്യമായിട്ട് പറയാൻ പറ്റും നമുക്ക്, എന്നെ കൈവിടത്തില്ല. കാര്യം ഞാൻ എല്ലാം കർത്താവ് ഇട്ടേച്ച്, എന്നെ നിന്ദിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, എൻ്റെ മുമ്പിൽ ചോദ്യം, നീ എന്തിനാ പ്രാർത്ഥനയ്ക്ക് എന്തിനാ നീ ബൈബിൾ എടുക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ, ഇങ്ങനെ ചോദ്യങ്ങൾ നടുവിൽ നിൽക്കുമ്പോൾ, ഈ വെല്ലുവിളിക്കാതെ നിൽക്കുമ്പോൾ നിങ്ങളെ കൈവിടാൻ യേശുവിന് മനസ്സില്ല. നിങ്ങളെ
അല്ലാത്തവർ ഒത്തിരി പേരുണ്ട്, പന്നി ആരും അറിയാതെ പ്രാർത്ഥന. ഞാൻ അവരെ കുറ്റപ്പെടുത്തുമല്ല കേട്ടോ. ധൈര്യം കാണിച്ചവരെ പറ്റി ഞാനീ പറഞ്ഞത്. നാളെ നിങ്ങൾക്ക് ധൈര്യം കാണിക്കാൻ പറ്റും. സാഹചര്യം ഉണ്ടായിട്ട്, ഇല്ലാത്തവരല്ല ഞാൻ പറഞ്ഞത്, സാഹചര്യം ഉണ്ടായിട്ട് പോലും പലരും എന്ത് ചെയ്യുന്നില്ല, കർത്താവിൻ്റെ രക്ഷാപദ്ധതിയിലേക്ക് വരുന്നില്ല. സാഹചര്യം ഇല്ലാത്തവർക്ക് ദൈവം സഹായിക്കും. സാഹചര്യം ഉള്ളവർ, പ്രാർത്ഥനയ്ക്ക് പോകാൻ സാഹചര്യം ഉണ്ടായിട്ടും പോകാത്തവർ, രക്ഷാപദ്ധതിയിലേക്ക് വരുവാൻ സാഹചര്യം ഉണ്ടായിട്ടും പോകാത്തവരെ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പൗരന്മാരല്ല, പക്ഷെ പൗരന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ അവകാശികളാണ്. നിങ്ങൾ ധൈര്യത്തോടെ പറ. അപ്പോൾ അത് തന്നതിന് നന്ദി എന്ന് പറയണം. തന്നതിന് നന്ദി, തന്നതിന് നന്ദി. ദൈവം തരുമെന്നേ. ബൈബിൾ അങ്ങനെ പറയുന്നത് കൊണ്ട് പൗരന്മാർക്ക് വേണ്ടി ദൈവം അത് ചെയ്യും. ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്, നിയമമാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യത്തില്ല, അത് മറികടക്കത്തില്ല. നിയമം വിട്ട് ദൈവം മാറത്തില്ല. ഇതാണ് യേശു പറഞ്ഞത്, എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ എങ്ങനെ അറിയിക്കേണ്ടത്? സ്തോത്രത്തോടെ. ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ചും കൂടെ നമ്മൾ പഠിച്ചേക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം, എൻ്റെ വീട്ടിലെ വിഷയം, എൻ്റെ രോഗവിഷയം, കർത്താവേ അതെല്ലാം മാറ്റി എന്നെ രക്ഷിക്കണം കർത്താവ്. ഇത് കുറച്ചും കൂടെ നമ്മൾ ഇമോഷണലി കണക്റ്റ് ആവും. ഇത് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം, ഇങ്ങനെ പറയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്നില്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ കരുണയെ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, പക്ഷെ ഇവിടെ നേരെ തിരിച്ച സ്തോത്രത്തോടെ, തന്നതിന് നന്ദി. ഇത് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിക്കകത്തോ ചിന്തക്കകത്തോ ഒരു ഇമോഷൻ ടച്ച് വരത്തില്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴാണ് അറിയിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ അവിടെ ചൗണ്ടാണ് മർക്കോസിൽ യേശു പറഞ്ഞത്, ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. ഈ വാക്കിൻ്റെ അർത്ഥമാണ് അപ്പോസ്തലൻ പൗലോസ് വ്യാഖ്യാനിച്ചു പറയുകയാണ്, ആവശ്യങ്ങളൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ഒരു കയ്യിലൊരു വചനം വേണേ, ആ വചനം വെച്ച് വേണം ചോദിക്കാൻ. ധൈര്യത്തോടെ പറ, എൻ്റെ കർത്താവേ, ഞാൻ ഈ രക്ഷാപദ്ധതിയിലേക്ക് ഇറങ്ങി തിരിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം പത്രോസ്ലീഹായി യേശുവിലേക്ക് വന്നു. അത് പറഞ്ഞ് ഞാൻ തീർക്കുവാണ്. അത് ഒരു വാക്കുകൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. പത്രോസ്ലീഹായുടെ കർത്താവ് പറഞ്ഞു, ഈ വള്ളവും വലയൊക്കെ ഇട്ടേച്ച് നാളെ മുതൽ എൻ്റെ കൂടെ പോര്. കർത്താവ് എല്ലാം വിട്ടേച്ച് പത്രോസ്ലീഹ യേശുവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ച്. ഓർത്തോണേ, ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല, വള്ളമില്ല, വലയില്ല, ഒന്നുമില്ല, ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്, അമ്മായിയമ്മ എല്ലാം ഉണ്ട്. വലിയൊരു കുടുംബത്തിലെ നാഥനോട് യേശു പറഞ്ഞ് എല്ലാം വിട്ടേച്ചിങ്ങി പോര്. കുറെ കഴിഞ്ഞപ്പോഴേക്കും പത്രോസിലേക്ക് മനസ്സിലായി, ഇങ്ങനെ വിട്ടേച്ച് പോയി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ കാര്യം അതോ ഗതിയാ. അതുകൊണ്ട് ചോദിച്ചു, കർത്താവെ സകലതും വിട്ടേച്ച്. സകലതും വിടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. യഹൂദ പാരമ്പര്യം, യഹൂദ നിയമം, മോശയുടെ വരുന്ന ന്യായപ്രമാണം, ഇതെല്ലാം വിടണം. ഇതെല്ലാം വിട്ടേച്ച് കർത്താവെ അങ്ങയുടെ പുറകെ വന്നാൽ എനിക്ക് എന്നാ കിട്ടും? യേശു മറുപടി പറഞ്ഞത് ഇങ്ങനെയാ. സാധാരണ നമ്മളാണ് എന്നെ പറഞ്ഞാൽ, ആഹാ കൊള്ളാം, എന്നോട് ചോദ്യം ചോദിക്കാറായോ നീ, കിട്ടുന്നത് മേടിച്ചോണം, അതല്ലേ നമ്മൾ പറയത്തുള്ളൂ, കിട്ടുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു, പൊന്നു സഹോദര, ഞാൻ നിമിത്തം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ സഹോദരങ്ങളെയോ നിലത്തെയോ വീടുകളെയോ ഞാൻ നിമിത്തം നിനക്ക് നഷ്ടപ്പെട്ടാൽ ഈ ലോകത്തിലും, നോക്കിക്കേ, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും 100 മടങ്ങ് ലഭിക്കും. ഇപ്പൊ ഭാരമൊന്നും വേണ്ട കേട്ടോ. എന്തെങ്കിലുമൊക്കെ കർത്താവിൻ്റെ സന്നിധി വന്നിട്ട് നഷ്ടപ്പെട്ടെങ്കിൽ കരയൊന്നും വേണ്ട, 100 മടങ്ങ് പ്രതിഫലം കിട്ടും. എല്ലാം റെക്കോർഡാണ്, എല്ലാത്തിനും കണക്കുണ്ട്. എല്ലാത്തിനും നിങ്ങളുടെ കരഞ്ഞതിന്, വേദനിച്ചതിന്, നിന്ദിക്കപ്പെട്ടതിന്, പരിഹാസം അനുഭവിച്ചു കൊടുത്ത്, ഒതുക്കപ്പെട്ടു കൊടുത്ത്, നിങ്ങൾ പലപ്പോഴും വിശ്വാസം പറഞ്ഞിട്ട് പല കാര്യങ്ങളും നടക്കാതെ വന്നു കൊടുത്ത് നിരാശപ്പെട്ടു പോയെടുത്ത് എല്ലാം ഞാൻ പറയുന്നു, മാനിച്ചിരിക്കും. നിങ്ങൾ പൗരന്മാരാണ്, പൗരന്മാരാണ്. തമ്പുരാൻ റെക്കോർഡ് ചെയ്യുന്ന ദൈവമാണ്. നന്ദി കർത്താവ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എല്ലാം അങ്ങോട്ട് റപ്പാ, ഞാൻ വലിയ വിഷയത്തിൻ്റെ അകത്തിരിക്കുക. സ്വോത്രത്തോടെ അങ്ങ് പറ, സ്വോത്രത്തോടെ അങ്ങ് അറിയിക്ക്, നന്നതിനായി നന്ദി കർത്താവേ. ആ വചനമൊക്കെ ഒന്ന് പറഞ്ഞ് പാട്ടുപാടിയൊക്കെ ഇരിക്കുക. വരുമെന്ന് വഴി വരും. എലിയാവിന് വേണ്ടി കാക്കയെ ദൈവം അയക്കാമെങ്കിൽ ഇന്നും ആ കാക്ക വരും. മരിച്ചുപോയ ലാസറിന്റെ വീട്ടിൽ ഉയർപ്പിക്കുവാൻ ദൈവം ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യും. ഇന്ന് ആ പുരോഹിതന്റെ മകളെ തമ്പുരാൻ ഉയർപ്പിച്ചുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തലമുറയെ ദൈവം തൊടും. നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നവരാണോ? ദൈവത്തെ വിളിക്കുന്നവരാണോ? യേശുവിനെ അനുഗമിക്കുന്നവരാണോ? കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചവരാണോ? നിങ്ങൾ പൗരന്മാരാണ്. നിങ്ങളെ വിട്ടേച്ച് ദൈവത്തിന് ഒരു കളിയുമില്ല. നിങ്ങളെ മറന്നിട്ട് തമ്പുരാൻ ഒരു പരിപാടിക്കും പോകത്തില്ല. ഇതാണ് പൗരത്വത്തിൻ്റെ ശക്തി, ഇതാണ് പുത്രത്വത്തിൻ്റെ ശക്തി, ഇതാണ് രക്ഷയുടെ ശക്തി. ഇതിനെപ്പറ്റിയാണ് പത്രോസ്ലീഹ പറഞ്ഞത്, സകല ചിന്താകുലം അങ്ങോട്ട് കൊടുക്ക്, ഒന്നും പേടിക്കണ്ട. പത്രോസ്ലീഹ പറഞ്ഞു, ഞാനും മുഴുവൻ കൊടുത്തു, കരമടയ്ക്കാൻ കാശില്ല, യേശുവിനെ വിളിച്ചു. അതല്ലേ പത്രോസ്ലീഹ ചെയ്തത്?
കരമടയ്ക്കാൻ കാശില്ല. നമ്മൾ എന്ത് ചെയ്താനെ? ദൈവത്തെ സഹായിക്കും. ഉടനെ ബ്ലേഡുകാരനെ വിളിക്കും. ബ്ലേഡുകാരാ ഒരു 10,000 ഇടിക്ക് യേശുവിനും പലിശ അടയ്ക്കണം, കരമടയ്ക്കണം. പത്രോസ് പലിശക്കാരനെ വിളിച്ചില്ല. നേരെ പറഞ്ഞു, കർത്താവേ നമുക്ക് കരം അടച്ചില്ലതേ. ഒരു കാര്യം പറയാം, പണ്ടാണെങ്കിൽ 2 മത്തി വിറ്റാൽ കിട്ടിയേനെ കാശ്. വള്ളവും വലയൊക്കെ അടങ്ങി ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ 100, 10, 20 എന്തെങ്കിലും പെട്ടി പൈസ വീണേനെ. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കർത്താവെ നമുക്ക് കരം അടച്ചപ്പെട്ടത്. യേശു എന്നാ പറഞ്ഞു? ആഹാ, എന്നോട് ചോദിക്കാറായ നീ? എവിടുന്നേലും പോയി ഒപ്പിക്കാൻ പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യ്, ചെല്ല്, മീൻ പിടിക്കുക, അതിൻ്റെ അകത്തുണ്ട് സാധനം. കണ്ടോ, കരുതലുണ്ട്, കരുതലുണ്ട്, കരുതൽ. ദൈവത്തിൻ്റെ മക്കൾക്ക് കരുതലുണ്ട്. ഇതറിയാവുന്ന പത്രോസ്ലീഹ പറഞ്ഞു, നമുക്ക് വേണ്ടി സകലതും കരുതുന്നതാകയാൽ സകല ചിന്ത ആവലും അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ സ്വോത്രത്തോടെ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യങ്ങളെ അങ്ങോട്ട് മേടിക്കും. അത് തുറന്നു വരുന്ന കാണാം. ഈ ദിവസങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, സകലം തുറന്നു വരുന്ന കാണാൻ പറ്റും. നന്ദി കർത്താവേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ വലിയ പോലെ പ്രാർത്ഥനയ്ക്ക് പോകാൻ സാഹചര്യം ഉണ്ടായിട്ടും ഉഴപ്പിപ്പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞത്, വീടിൻ്റെ അകത്ത് പ്രാർത്ഥന സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട്, ഭർത്താവ് വിടാത്തതുകൊണ്ട്, പിള്ളേർ വിടാത്തതുകൊണ്ട്, അവർ വലിയ വിഷയം അങ്ങനെയുള്ളതല്ല ഞാൻ പറഞ്ഞു. നിങ്ങളെ ദൈവം സഹായിക്കും. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും പോകാത്തവരെ നിങ്ങൾ ദൈവസന്നിധിയിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സാഹചര്യം ഉണ്ടായിട്ടും പോകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി പറയാൻ വോയിസ് ഇല്ല. പക്ഷെ പോയവരോട് ഞാൻ പറഞ്ഞു, ധൈര്യത്തോടെ പറ, അപ്പാ ഞാൻ പൗരനല്ലേ അപ്പാ, ആ ദൈവരാജ്യത്തിലേക്ക് ഇങ്ങോട്ടെങ്കിലും താ. ഞാൻ ചോദിച്ചത് വേറൊന്നുമല്ലല്ലോ, പൗരന്റെ അവകാശങ്ങളാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നന്ദി കർത്താവേ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയേറിയ ഭുജത്തിനായി നന്ദി പറയുന്നപ്പാ. ഉയർച്ച തന്നെ ഞാൻ പ്രാപിക്കത്തുള്ളൂ, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വാലല്ല തലയത്രേ. യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, ഈ വീട്ടിൽ ഭർത്താവ് വിടാത്തവരെ പറ്റിയല്ല ഞാനീ പറഞ്ഞത്. നാളെ നിങ്ങൾ കുറേ പേര് മെസ്സേജ് അയക്കും, ബ്രദറെ എൻ്റെ വീട്ടിൽ എന്നെ വിടത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ കുടുംബമായിട്ട് വിടിവിക്കട്ടെ. അല്ലാത്തവരെ പറ്റി ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും പ്രാർത്ഥനയ്ക്ക് വരാൻ എല്ലാം കുഴപ്പമില്ല. ഭർത്താവിനും കുഴപ്പമില്ല, ഭാര്യയ്ക്കും കുഴപ്പമില്ല, മകനും കുഴപ്പമില്ല. പണ്ടൊരു ആൻറ്റി പറഞ്ഞ പോലെ, ബ്രദറെ എല്ലാ സൗകര്യമുണ്ട്. അപ്പോഴാണ് മോൻ മീൻ മേടിച്ചുകൊണ്ട് വന്നത്, ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ പിന്നെ ബ്രദറെ, അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. മോൻ്റെ ആ വരവും മേടിയും കണ്ടപ്പോഴേക്കും എന്നാ പിന്നെ എന്ത് ചെയ്യാം, മോന് കറി അങ്ങ് വെച്ച് കൊടുത്തേക്കാം. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ഫ്രിഡ്ജ്? അതിനകത്ത് കൊണ്ട് കയറ്റി വെച്ചിട്ട് രാത്രി 9 മണിക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് രാവിലെ അങ്ങ് വെച്ചാൽ പോരെ, ഞായറാഴ്ചയല്ലേ. കണ്ടോ, ഇതാണ് പിശാചിനത്. അപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും എന്ത് ചെയ്യത്തില്ലുണ്ട്, പിന്നെ ഓടിയെടുത്ത് എൻ്റെ അടുത്ത് വന്നു, ബ്രദറെ മോൻ വീട്ടിൽ കിടന്ന് വലിയ വേളം, വീട് തല്ലിപ്പൊളിക്കുന്നു, അലമാര തല്ലിപ്പൊളിക്കുന്നു, അനിയത്തെ തല്ലുന്നു, ചേച്ചിയെ തല്ലുന്നു, ഭയങ്കര വേളം. അപ്പോൾ ഓടി പ്രാർത്ഥനയ്ക്ക് വന്നു. മീൻ കറിയും വേണ്ട, ചിക്കൻ കറിയും വേണ്ട. സ്വാതന്ത്ര്യം ഉള്ള സമയത്ത് എന്ത് ചെയ്തു? കറി വെക്കാൻ വേണ്ടി. ഇപ്പം അന്ന് മോൻ ഒരു കുഴപ്പമില്ല, പ്രാർത്ഥനയ്ക്ക് പൊക്കോ, അമ്മ പൊക്കോ, പിന്നെ കറി വെച്ചാൽ മതി. വേണ്ട, നിനക്ക് കറി വെച്ച് തന്നിട്ടേ പോകത്തുള്ളൂ. അന്ന് ഒഴിവാക്കി പലതും. പിന്നെ പിശാച് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ ഭയങ്കര പ്രാർത്ഥനയാണ്. അങ്ങനെ പോകരുതേ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാവേ. പത്രോസ്ലീഹ ഈ വാക്ക് കണ്ടോ? അടുത്ത വാക്ക്, നിർമ്മലരായിരിപ്പിൻ. 8-ാം വാക്യം, ഉണർന്നിരിപ്പിൻ. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു. അപ്പം നോക്കി നടക്കുക. ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും പോകാൻ പറ്റാത്തവരെ നോക്കി നടക്കുക. അവരുടെ ഭവനത്തിൽ കയറാൻ വേണ്ടി കയറ്റരുത് കേട്ടോ, കയറ്റരുത്. പൗരത്വമുള്ളവർ കയറ്റരുത്. ആരെ വിഴുങ്ങേണ്ടു നോക്കി നടക്കുക. അപ്പോൾ കർത്താവിൽ നിൽക്കുന്നവർ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ നിലനിന്നോണം. ചിലപ്പോൾ നമ്മുടെ സാഹചര്യമൊക്കെ ഇച്ചിരി മോശമായിരിക്കും, പലതും പറഞ്ഞിട്ടുമൊക്കെ ഒന്നും കാണാൻ പറ്റാതെ നിരാശപ്പെട്ടിരിക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, ഇതിൻ്റെ അകത്തെല്ലാം പ്രതിഫലമുണ്ട്. ഇന്ന് അനുഭവിച്ചതിനെല്ലാം 100 മടങ്ങ്. എൻ്റെ കൂടെ ഒന്ന് ഉറക്ക വിശ്വാസം എന്ന് പറഞ്ഞ് 100 മടങ്ങ് പ്രതിഫലം ഞാൻ മേടിക്കുമെന്ന് പറ. 100 മടങ്ങ് ഉറക്കെ പറ, 100 മടങ്ങ്, 100 മടങ്ങ്, 100 മടങ്ങ്. ഞാൻ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും. ഇപ്പൊ രക്ഷിക്കപ്പെട്ടവൻ ഈ നിന്നയും ഭാരമൊക്കെ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലൊക്കെ 100 മടങ്ങ് പ്രതിഫലം ഉണ്ട് പ്രിയർ. ഈ ഭൂമിയിലും നിത്യതയിൽ ചെന്നിട്ടല്ല കേട്ടോ, ഇവിടെയും കിട്ടും അവിടെയും കിട്ടും. എന്നാ അനുഗ്രഹമാണ്. 1ഉം 2ഉം അല്ല, 100 മടങ്ങ് കിട്ടും. അനുഗ്രഹത്തിൽ ഒന്നും അല്ല കാര്യം എന്ന് പറയുമ്പോൾ കൈ അടിക്കരുത്. അവിടെ പോയിരുന്നുണ്ട്, കൈ അടിക്കരുത്. അനുഗ്രഹത്തിൽ ഒന്നും അല്ല കാര്യം കേട്ടോ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയരുത്. അവിടെ കൈ അടിക്കരുത്, ഹല്ലേലൂയ പറയരുത്. അനുഗ്രഹത്തിൽ തന്നെ കാര്യം. 100 മടങ്ങ് തരാമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പ്രാപിക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും എൻ്റെ ദൈവം വാക്ക് മാറാത്തവനുമാണ്.
നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ, വേദനയാൽ ഭാരപ്പെടുന്നവർ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ, നിരാശയിലൂടെ കടന്നു പോകുന്നവർ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നവർ, ഇന്ന് ഈ ദിവസങ്ങളിൽ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞ് യേശുവേ, അങ്ങ് എൻ്റെ രക്ഷകനാണ്, അങ്ങ് എൻ്റെ ദൈവമാണ്, അങ്ങ് എൻ്റെ രാജാവാണ്, അങ്ങ് എൻ്റെ കർത്താവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പാ, ഇന്ന് പ്രിയമക്കളെ എല്ലാ ഭാരങ്ങളും വിട്ടുമാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ, കർത്താവ് കുടുംബ ജീവിത സാഹചര്യങ്ങളുടെ മേൽ, പരിഹാസങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടട്ടെ. നിന്ദകൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, ബുദ്ധിമുട്ടുകൾ മാറട്ടെ. യേശുവേ, നന്ദി കർത്താവേ. ഈ ദിവസങ്ങളിൽ കുടുംബത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയ്ക്ക് ആരാധന സ്വാതന്ത്ര്യമില്ലാത്തവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ആരാണോ കുടുംബത്തിൽ എതിർക്കുന്നത് ആ വ്യക്തി ആദ്യം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചാടി ഇറങ്ങുവാൻ കൽപ്പിക്കുന്നപ്പ, ആരാണോ ഇന്ന് അതിന് വിരോധമായി നിൽക്കുന്നത് അവർ മുൻ പന്തിയിലേക്ക് കയറി വരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സാഹചര്യങ്ങളുടെ മേൽ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കുടുംബത്തിൻ്റെ അകത്ത് കലഹത്തിൻ്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. ഞാൻ അശ്വിൻ എന്ന് പറയുന്ന ഒരു തലമുറയുള്ള ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി അശ്വിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അശ്വിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അശ്വിൻ എന്ന് പറയുന്ന തലമുറയുള്ള ഭവനത്തിൽ ഒരു പെൺ തലമുറ രണ്ടാമത്തതാണ്, ഒന്നാമത്തതല്ല. ഈ അശ്വിൻ എന്ന് പറയുന്നത് മൂത്തതും അതിൻ്റെ താഴെ ഒരു പെങ്കൊച്ചും കൂടെ ഉണ്ട്. ആ രണ്ട് അടയാളമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുന്നു. ഓ യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപ വ്യാപരിക്കുന്നല്ലോ, വലിയ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു കുടുംബത്തിൻ്റെ അകത്ത് മരിച്ചു പോയിരിക്കുന്ന ഒരു പിതാവിൻ്റെ ഫോട്ടോ, കുറേ പഴക്കം, നമ്മുടെ ഒരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. മരണ വീട്ടിലൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന ആൾക്കാർ കരഞ്ഞു. ആ ഫോട്ടോ ഞാൻ കാണുന്നത് പഴയ ഒരു ഫോട്ടോയാണത്, പഴയ ഒരു കാലത്തിലാണ്. ആ ഒരു പെട്ടിക്കകത്ത് ഡെഡ് ബോഡി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇരുന്ന ആൾക്കാർ ആ കാലഘട്ടത്തിൽ അവർ നമ്മൾ മരണ ചടങ്ങുണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോ അതിങ്ങനെ ഫ്രെയിം ചെയ്ത് ഒരു വീടിൻ്റെ അകത്തിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ഫ്രെയിം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ആ ഫോട്ടോ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇച്ചിരി പഴക്കവും അതിനുണ്ട്. പക്ഷെ ആ ഫോട്ടോ അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ആ ഫോട്ടോയിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയാം, ആ ഫോട്ടോയിൽ നിൽക്കുന്നതിൻ്റെ ആ തലഭാഗത്ത് ഇടതുവശത്തായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ വ്യക്തിയുടെ ഭവനം ഇന്ന് യേശുവിൻ്റെ, അതായത് ഫോട്ടോയുടെ തലവശത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ വ്യക്തിയുടെ ഭവനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തമ്പുരാൻ ആ കുടുംബത്തെ തൊടാൻ വേണ്ടി പോകുന്നു പറയുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കാണിച്ചു വെച്ചു കഴിഞ്ഞാൽ, ആ മരണം വീണ്ടും, ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതേ ഒരു വിഷയം പിന്നെയും കയറിക്കൂടുവാൻ ശ്രമിക്കുന്ന ഒരു ഭവനമാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ആ കുടുംബത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ വലിയ ശക്തിയുടെ വ്യാപാരം ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. സകല വിഷയത്തിൻ്റെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, നന്ദി കർത്താവേ. Oh, thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. In the name of Jesus Christ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനൊരു മറ്റൊരു പേര്, അത് പൂർണ്ണമായി എനിക്ക് കാണാൻ കിട്ടുന്നില്ല. ADRA, ആ പേരിൻ്റെ ആദ്യം ഇങ്ങനെ വരുന്നത് ADRA എന്ന് പറയുന്ന ഒരു പേരിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ കാണുന്നത്. ആ ഒരു പേര്, അതിൻ്റെ ബാക്കി ഭാഗം എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ആ പേരിൻ്റെ ആദ്യം കാണുമ്പോൾ തന്നെ ആ ഒരു സ്പെല്ലിങ് കാണുമ്പോൾ തന്നെ ഞാൻ ആ വ്യക്തിയെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടയാളമായിട്ട് അധികം വലിപ്പമില്ലാത്ത ഒരു മെലിഞ്ഞ, അത്രയ്ക്കും ഇതായിട്ടുള്ളതല്ല, ഭയങ്കര തിക്കല്ല ആൾ, പക്ഷെ ഒരു മെലിഞ്ഞ വ്യക്തിയാണ് ഞാൻ കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ മേൽ ഇന്ന് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന വെച്ചാൽ ഒരു മുഴുവൻ 3-4 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. എന്തുകൊണ്ടാണ് ആ ബാക്കി ഭാഗം മായ്ക്കുന്നത് എനിക്കറിയത്തില്ല.
പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുടെ ജീവിതം ഇതേപോലെ തന്നെയാണ്, പാതി മാഞ്ഞ ഒരവസ്ഥയാണ് ഞാൻ കാണുന്നത്. അയാളുടെ ജീവിതത്തിൻ്റെ അകത്ത് ആ ഒരു പേര് പോലെ തന്നെ ആ ഒരു പേരിൻ്റെ ഭാഗം മുറിഞ്ഞു പോയാൽ തന്നെ ജീവിതത്തിൻ്റെ അകത്തൊരു ഭാഗം വലിയ ഇരുട്ട് നിറഞ്ഞൊരവസ്ഥയാണ് ആ കുടുംബത്തിൻ്റെയും ആ വ്യക്തിയുടെയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവത്താൽ ഇന്ന് അവിടെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സമയം ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തേക്കുവാണ്. അതുകൊണ്ട് ആരും മ്യൂട്ട് മാറ്റം നോക്കണ്ട. ആലോചന കഴിഞ്ഞതിന് ശേഷം നിങ്ങളുമായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിന് അതിനുശേഷം നിങ്ങൾക്ക് പ്രതികരിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ അതുപോലെ തന്നെ കർത്താവ് എന്നെ ഈ പള്ളിക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. പള്ളിക്കൽ എന്ന് പറയുന്നൊരു വീട്ടുപേര് യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ മേൽ ശാപങ്ങൾ എഴുന്നു മാറുന്നു. ഇന്ന് സകലവിധമാകുന്ന നാശത്തിൻ്റെ എല്ലാ ഡോറുകളെയും ഞങ്ങൾ അടയ്ക്കുന്നപ്പോൾ കർത്താവിൻ്റെ സമൃദ്ധി ആ കുടുംബത്തിൻ്റെ മേൽ നിറയട്ടെ, നിന്ദകൾ തീരട്ടെ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറഞ്ഞ കർത്താവിൻ്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് വേദന വേണ്ട. അങ്ങനെ തന്നെ പറ. ദൈവരാജ്യത്തിൽ വേദനയില്ല. പറഞ്ഞ ദൈവ പൗരന്മാർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം സുരുക്കൂട്ടി വെച്ചിരിക്കുന്ന കരുതലിൽ വേദനയില്ല. അങ്ങോട്ട് കൊടുത്തേ. ആകുലപ്പെട്ട് വേദനിച്ചിരിക്കുന്ന അവസ്ഥ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ആ സൗഖ്യത്തിനായി നന്ദി, ആരോഗ്യത്തിനായി നന്ദി, വേദനയില്ലാത്ത അവസ്ഥയ്ക്കായി നന്ദി. അങ്ങനെ ഒന്ന് പറഞ്ഞ് നന്ദി കർത്താവ്, നന്ദി കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതങ്ങ് വ്യാപരിക്കുകയാണ്. ആ സൗഖ്യം അങ്ങ് വ്യാപരിക്കുകയാണ്. ആ സൗഖ്യം അങ്ങ് വ്യാപരിക്കുകയാണ്. ആ മിറക്കിൾ അങ്ങോട്ട് തുറക്കുവാണ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഞങ്ങളുടെ കഴിവല്ലല്ലോ അപ്പോൾ അങ്ങയുടെ കൃപയാണല്ലോ യേശുവേ. കാൽവരി ക്രൂശിലൂടെ ഞങ്ങൾക്ക് വലിയൊരു പൗരത്വം ലഭിച്ചിരിക്കുന്നു. വലിയൊരു പൗരത്വം നെഗളിക്കാൻ വേണ്ടിയല്ല അപ്പോൾ, കീഴ്പ്പെട്ടിരിക്കാൻ വേണ്ടിയാണ്, കീഴ്പ്പെടുവാൻ വേണ്ടിയാണ് അപ്പോൾ. യേശുവേ നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഞാനൊരു കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു പേരാണ് കാണിക്കുന്നത്. ചിത്രൻ എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് വന്നു. ഒഫീഷ്യൽ നെയിമാണോ വിളിപ്പേരാണെന്ന് എനിക്ക് അറിയത്തില്ല. ചിത്രൻ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി പിതാവേ. യേശുവിൻ്റെ നാമത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. ഈ ദിവസങ്ങളിൽ വലിയ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നല്ലോ. നിരാശകൾ വിട്ടുമാറട്ടെ, എല്ലാ ദുഃഖങ്ങളും മാറട്ടെ, എല്ലാ തകർച്ചകളും മാറട്ടെ. ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും ഒരത്ഭുതത്തിന് വേണ്ടി അവരുടെ മേൽ കൽപ്പിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങ് അവിടെ സ്പർശിക്കുന്നല്ലോ, അങ്ങ് അവിടെ തൊടുന്നല്ലോ. യേശുവെ നന്ദി കർത്താവേ. 1986 സെപ്റ്റംബർ മാസം 2-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ, കർത്താവിൻ്റെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നപ്പാ.
വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നപ്പാ. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വീര്യം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അങ്ങക്ക് വേണ്ടി സകല കാര്യങ്ങളെയും അങ്ങ് അത്ഭുതമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോയി. സമയത്ത് ഇന്നലെ ഇന്നുമായിട്ട് ദൈവിക ആലോചനയോ അത്ഭുതപരമായ പ്രവർത്തികളോ കർത്താവ് ചെയ്തത് ഇന്ന് ലൈവായിട്ട് പറയുവാൻ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വലിയ പ്രവർത്തികളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഈ സമയം സാക്ഷ്യമുള്ളവർക്ക് പറയാം, ചുരുക്കം വാക്കുകളിൽ നിങ്ങൾക്ക് പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ച ഓരോരുത്തരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അവർ അതിരുകൾ വിസ്താരമാകട്ടെ. ഈ ദിവസങ്ങളിൽ വിതച്ചവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നപ്പ അവർ നന്മ കൊണ്ട് നിറയും. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ വർധനവുണ്ടാകും. ലജ്ജിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല, നിരാശപ്പെട്ടു പോകത്തില്ല. എല്ലാ മേഖലയിലും സാക്ഷ്യമായി തീരും. ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ നിങ്ങൾക്ക് പറയാം. മ്യൂട്ടുകളെ മാറ്റി ഒരേ ആലോചന ഒരേപോലെ ഉള്ളവർ ഒരാൾ പറയുമ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, പറഞ്ഞോ. അശ്വിൻ എന്ന് പറഞ്ഞ എന്റെ ഭർത്താവിന്റെ അനിയന്റെ മോനാ അശ്വിൻ. ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് ഒരു സാക്ഷിയാക്കി മാറ്റും കേട്ടോ. താഴെ ഒരു പെൺ തലമുറ ഉണ്ട്, അവർ പാലക്കാട് താമസിക്കുന്നുണ്ട്. ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് ഒരു സാക്ഷി, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങളെ ദൈവം അവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റും കേട്ടോ. ഹലോ ബ്രദർ, പറഞ്ഞു. എനിക്ക് 4 മാസമായിട്ട് കേൾക്കുന്നുണ്ടോ ബ്രദർ? ഒരു മിനിറ്റ് സിസ്റ്ററെ, ഞാൻ ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരൊക്കെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ. പറഞ്ഞു സിസ്റ്ററെ, കേൾക്കുന്നുണ്ട്. ഹലോ ബ്രദർ, 4 മാസമായിട്ട് എന്റെ പുറത്തുനിന്ന് 2 സൈഡിൽ നിന്ന് ഒരു വേദന വന്ന് എന്റെ ചങ്കിലേക്ക് നിൽക്കും. എന്നിട്ട് ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവത്തിന്റെ അത്യുന്നതനായ കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവിന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, വേദന എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല. ഞാൻ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് സമൃദ്ധി അനുഭവിക്കും. വലിയൊരു സാക്ഷ്യമാണ് പറഞ്ഞത്. 4 മാസമായിട്ട് അതികഠിനമായ വേദനയായിരുന്നു. പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നടക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണമായിരുന്നു. എല്ലാ ഡോക്ടർമാരെയും കാണിച്ചിട്ട് അവർക്കൊന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെയാണ് കർത്താവിന്റെ സത്യസുവിശേഷം കേൾക്കാൻ തുടങ്ങിയത്. കർത്താവിനുള്ള രോഗസൗഖ്യത്തെ പറ്റി കേട്ടു, ഏറ്റെടുത്തു. ഇപ്പൊ നടക്കാനും പറ്റും, വേദനയില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ അല്ലെ ലോകത്തിന്റെ അറ്റത്തോളം പോയി. ഇപ്പൊ നാട്ടിൽ കേരളത്തിൽ എവിടെയാ താമസിക്കുന്നത്? രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളം തീർച്ചയായിട്ടും നമുക്കിനി വരുമ്പോൾ നേരിട്ട് ഈ സാക്ഷ്യം പറഞ്ഞ ഇതേപോലെ രോഗികളായി അലഞ്ഞു നടക്കുന്നവർ കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി മാറ്റമില്ലാത്തവർക്ക് ഇതൊരു അനുഗ്രഹമാണ്. ഒരുമിച്ച് വിശ്വസിക്കാം. ഇനിയും അനേകർക്ക് സൗഖ്യകൃപകളാൽ അത്ഭുതവുമാക്കി നിർത്തട്ടെ. ഓരോരുത്തരെയും നന്ദി. നമുക്ക് ദൈവസന്നിധിയിൽ പ്രവൃത്തികൾക്കായി നമ്മളെ തന്നെ വേർതിരിക്കാതെ നമ്മളെ തന്നെ ഒരുക്കാം. നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടു വരുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ. ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. അത്ഭുതകരമായ പ്രവൃത്തികളാണ് നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവവചനത്തെ കേൾക്കാം. തുടർച്ചയായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. കർത്താവ് ഇടപെട്ടത് ഇന്നും നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്നാണ്. കർത്താവ് അല്പനേരം കേൾക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് പത്രോസ്ലീഹയുടെ ലേഖനം, 2 പത്രോസ്ലീഹയുടെ ലേഖനം, അതിന്റെ 1 പത്രോസ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്നാണ്. പരിചിതമായ വാക്യമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ.
ഇന്ന് രാവിലെ ഇതിന്റെ ഒരു ഇങ്ങനെ ജോലിക്ക് ഫസ്റ്റ് പോകാൻ പാർട്ട് സഹായിച്ചു. പോലെ വൈകിട്ട് ഒരു വിളിച്ചപ്പം വചന ധ്യാനമുണ്ട്. എനിക്ക് ബെറ്ററായി, ഞാൻ വരും ജോലിക്ക് ദിവസങ്ങളിൽ അത് പോയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു. അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യേശുവേ നന്ദി, ഇത് അതിന്റെ യേശുവേ രണ്ടാം സ്തോത്രം. ഭാഗം പോലെയാണ് നന്ദി കർത്താവെ, നമ്മൾ അങ്ങ് ചിന്തിക്കാൻ പ്രവർത്തിച്ച ധ്യാനിക്കാൻ വേണ്ടി അത്ഭുതകരമായ പോകുന്നത്. പ്രവൃത്തിക്ക് നന്ദി. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് രണ്ട് രോഗാവസ്ഥയിൽ കാര്യങ്ങളാണ്, വിടുവിച്ചല്ലോ, 3 കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി സാക്ഷ്യമാക്കി പോകുന്നത്. തീർത്തത് ഒന്ന്, നന്ദി പറയുന്നു. രാജകീയ യേശുവിന്റെ പുരോഹിത നാമത്തിൽ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും നിറയ്ക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞു ഹലോ, ബ്രദറെ കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ ബ്രദർ? ഹലോ ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞു ബ്രദർ, കേൾക്കുന്നു ബ്രദറെ? കേൾക്കുന്നുണ്ടേ. കുറച്ചു ദിവസമായിട്ട് എന്റെ തൊണ്ടയ്ക്ക് ഒരു പാട വീഴുന്നത് പോലുള്ള ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു സിസ്റ്ററെ കേൾക്കുന്നില്ലല്ലോ ഓഡിയോ. സിസ്റ്ററെ ക്ലിയർ അല്ല ഓഡിയോ. സിസ്റ്ററെ നെറ്റ്വർക്കിന്റെ കുറേ നെറ്റ്വർക്ക് ക്ലിയർ ആകുന്നില്ല. സിസ്റ്റർ ഒരു കാര്യം ചെയ്യുക, ഓഡിയോ കട്ടാകുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രെയർ ലൈനിലേക്ക് ആ സാക്ഷ്യം ഓഡിയോ ആയിട്ടൊന്ന് അയക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, ഇന്ന് എനിക്ക് വലിയൊരു അത്ഭുതം എൻ്റെ വീട്ടിൽ നടന്നായിരുന്നു. ഇന്ന് ഗ്യാസ് അടുപ്പ് ഒരടപ്പ് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അടപ്പും ഞാൻ കുക്കർ വെച്ചിട്ട് ഓണാക്കിയായിരുന്നു. പക്ഷേ ഫ്ലെയിം കത്തിയിട്ടില്ലായിരുന്നു. നോബ് ഓണായി വെച്ചത്. ഞാൻ ഒരു 15 മിനിറ്റോളം കിച്ചണിൽ നിന്ന് മാറി പുറത്തേക്കൊക്കെ പോയിട്ടിപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും നോബ് ഓണായി കിടക്കുന്ന, ഫ്ലെയിം കത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ ഗ്യാസിന്റെ ഒരു മണം പോലും വന്നില്ലായിരുന്നു. അപ്പൊ ദൈവം വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ ഇന്ന് രക്ഷിച്ചു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് സൂക്ഷിച്ച് കൃപയ്ക്ക് അനർത്ഥം ആരാന്റെ സ്ഥാനത്ത് ദൈവം ഇന്ന് വിടുവിച്ചതിന് നന്ദി. മരണം മാറിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. പറഞ്ഞു. ഹലോ ബ്രദറെ, ഇപ്പൊ ADA എന്ന് പറഞ്ഞില്ല ബ്രദറെ? ADA അതാരായിരുന്നു സിസ്റ്ററെ? ബാക്കി പേര് അതെന്റെ മോന ആദർശം എന്നാ പേര്. ഞങ്ങള് വീട്ടിൽ 4 പേരുണ്ട് ബ്രദറെ. ഏറ്റെടുത്തു. എനിക്ക് അത്രയും ഭാഗം മാത്രമേ, അതിന്റെ ബാക്കി ആ പേരിന്റെ മാഞ്ഞു പോയ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കർത്താവ് വെളിപ്പെട്ടത്. അത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. അവനെ ദൈവം തൊടും, കുടുംബത്തെ ദൈവം തൊടും. മാഞ്ഞു പോയതിന്, ഒരു ജീവിതം ഭാഗം മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന അവസ്ഥകളെ ദൈവം സാക്ഷിയാക്കി മാറ്റുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി പറയാനുള്ളവര്? ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, എന്റെ പേര് കേൾക്കുന്നുണ്ട്. ലീന പീറ്റർ, ാണ് താമസിക്കുന്നത്. തിങ്കളാഴ്ച ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. അലൻ എന്ന പേരുള്ള ഒരു മകനുള്ള ഒരു കുടുംബത്തെ കർത്താവ് തൊടുവാണ്. അലന് ഒരു സഹോദരൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ബ്രദറെ, എന്റെ മൂത്ത മോന്റെ പേര് ആൽബിന്, രണ്ടാമത്തെ മോന്റെ പേര് അലൻ എന്നാണ്. ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. അലന് വളരെയേറെ അവന് എല്ലാ വിദ്യാഭ്യാസം എല്ലാം വളരെയേറെ വലിയൊരു പ്രയാസത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബ്രദറെ. ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. കുഞ്ഞിന് വേണ്ടി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ബ്രദറെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഇന്നലെ ഒരു മഞ്ജുവും ബെന്നി എന്ന് പറയുന്ന ഒരു ഭവനത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് ബ്രദർ പറഞ്ഞായിരുന്നു. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു ADA എന്ന് പറഞ്ഞു. അത് എൻ്റെ മോൻ ആദർശാണ്. അവന് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും സിസ്റ്റർ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. പ്രത്യേകിച്ച് ആ മഞ്ജു ബെന്നി എന്ന് പറഞ്ഞ ആ ഫാമിലി, ആ കുടുംബത്തിന് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിച്ചോണം. ദൈവം വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി പറയാനുള്ളവര്? ബ്രദർ, പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ ബ്രദർ? പറഞ്ഞു സിസ്റ്ററെ. ഞാന് സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ്. ആ കൂട്ടുകാരൻ എന്ന് പറയുന്ന മനു എന്നാണ് പേര്. മനു ബാംഗ്ലൂർ ജോലിക്കായിട്ട് വന്നതായിരുന്നു. പക്ഷെ പനിയായിപ്പോയി. 2-3 ദിവസം കൊണ്ട് ഭയങ്കര പനിയായിട്ട് അഡ്മിറ്റ് ആയി. പിന്നെ ഡെങ്കു ആണെന്ന് സംശയിച്ചു. പക്ഷെ ദൈവത്തിന്റെ കൃപയാല് ഡെങ്കു അല്ലായിരുന്നു, വൈറൽ ഫീവർ ആയിരുന്നു. വളരെയധികം ഭാരപ്പെട്ടു. കാരണം അമ്മയ്ക്ക് ഒരേ ഒരു മകനാണ്, വേറെ വരുമാന മാർഗമൊന്നുമില്ല.
അപ്പൊ ആ 34 വയസ്സുണ്ട്, വിവാഹം കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആ മകന് എനിക്കതൊരു വലിയ ഭാരമായിരുന്നു. ഞാൻ എന്തായാലും ദൈവസന്നിധിയില് ബ്രദർ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി വിടുതൽ കൊടുത്തു. ഇന്നലെ ഡിസ്ചാർജ് ആയി ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്തു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ മകനെ 1.5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ തലയുടെ അസ്ഥി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് റീപ്ലേസ് ചെയ്തിട്ടില്ല. കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം റീപ്ലേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരല്പം ഓർമ്മക്കുറവുണ്ട്. ഇപ്പൊ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണമെന്ന് കർത്താവ് അത് പറയുന്നു. സാക്ഷിയാക്കി പിന്നെ മാറ്റി സിസ്റ്ററെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നടക്കും. എല്ലാ ദിവസവും പറഞ്ഞാണ് ആ മകൻ ആ ഒരു ഓപ്പറേഷനോ സർജറിയോ കൂടാതെ യേശുവിന്റെ സാക്ഷിയാകും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. ദൈവം അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. കർത്താവ് നമ്മുടെ വിശ്വാസത്തെ സഹായിക്കും. ഗോഡ് ബ്ലസ്. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. എൻ്റെ മോൻ്റെ കൂട്ടുകാരന് വയറിൽ ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ക്യാൻസർ ആയിരിക്കും ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സ്കാൻ ചെയ്ത റിസൾട്ട് വന്നു. ഇന്ന് ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, പിന്നെ 1 മാസം മരുന്ന് കഴിച്ചാൽ മതി, അത് മാറുമെന്ന് പറഞ്ഞു. ഞാൻ അത് അറിഞ്ഞപ്പം മുതൽ ദേവസേനയിൽ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവാത്ഭുതം പ്രവർത്തിച്ചു. ഇന്ന് റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല, പിന്നെ 1 മാസം മരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഇതിന് നന്ദി. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ കർത്താവ് കുടുംബത്തെ വിടുവിച്ചല്ലോ. ദോഷമായി ഭവിക്കാതെ കർത്താവ് എന്നത് വലിയൊരു മാറ്റമായി മാറിയത് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ ബ്രദറെ. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഹലോ ബ്രദറെ, എന്റെ പേര് മെൽബിൻ. എനിക്ക് 11 വയസ്സുണ്ട്. ഞാൻ 6 വയസ്സുള്ളപ്പോ കണ്ണാടി വെച്ച, 11 വയസ്സുള്ളപ്പോ കണ്ണാടി ഊരി. ഇപ്പൊ മോനെ കാണാൻ കാണാം. ഓ സ്വോത്രം. വലിയ അത്ഭുതമാണ്. ബ്രദറെ, അവനാണെങ്കിലേ 6 വയസ്സുള്ളപ്പം കണ്ണാടി വെച്ചതാ. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ബാക്ക് ബെഞ്ചിലിരുന്നാ കാണാമെന്നാ പറയുന്ന. കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അവനിപ്പം കണ്ണാടി ഒരാഴ്ച കൊണ്ട് ഉപേക്ഷിച്ചു. അവൻ പറയുന്ന പ്രാർത്ഥനയിൽ കയറി അവന് വിടുതലാന്ന്. കഴിഞ്ഞ ഇടയ്ക്ക് അവന് ചുമക്ക് കിട്ടിയായിരുന്നു. ഇപ്പൊ അവൻ പറയുന്ന അന്ന് ബ്രദർ കണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോ എന്നും അവൻ കണ്ണെ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ അവൻ പറയുന്ന ബാക്ക് ബെഞ്ചിൽ ഇരുന്നാലും അവന് കാണാമെന്നാ പറയുന്നത്. ഒരാഴ്ചയായിട്ട് അവൻ കണ്ണാടി യൂസ് ചെയ്യുന്നില്ല. ആമേൻ. മോന് വേണ്ടി കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തിന് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങൾ ഇനിയും വളരട്ടെ. 6 വയസ്സ് മുതൽ കണ്ണാടി വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. 11 വയസ്സുള്ള കുഞ്ഞാണ്. ജീവിതകാലം മുഴുവൻ കണ്ണാടി വെക്കണമെന്നാണ് പിശാചിന്റെ ആഗ്രഹം. ഓരോ കാലം കഴിയുമ്പോൾ കണ്ണ്. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ അവൻ കണ്ണാടി ഇല്ലാതെ കാണണമെന്നാണ്. കർത്താവിന് കാഴ്ച വർദ്ധിപ്പിച്ചതിന് നന്ദി. കുഞ്ഞത് സാക്ഷ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവൻ ഏറ്റവും ബാക്ക് ബെഞ്ച് ഇരുന്നാലും ഒരാഴ്ചയായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്നേ ഇല്ല. കണ്ണ് വ്യക്തമായി കാണാം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവാണ്. ഗോഡ് ബ്ലസ് യു മോനെ. അനേകർക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ചോണം. അനേകരോട് പറയാം, യേശു എന്നെ സൗഖ്യമാക്കിയതുകൊണ്ട് നിങ്ങളെയും സൗഖ്യമാക്കുമെന്ന് കുഞ്ഞുനാളിലെ കർത്താവിനെ ഉയർത്തിക്കോണം. അനേകർക്ക് കർത്താവിന് അനുഗ്രഹമാക്കട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു മോനെ. ക്രൈസ്തലോട് ബ്രദറെ. പറഞ്ഞു. ക്രൈസ്തലോട്. എനിക്ക് ഇടവിട്ട് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകായിരുന്നു. കുറെ മരുന്നുകൾ കഴിച്ചു. അവസാനം മരുന്ന് കഴിച്ച് തന്നെ മതിയായി. അപ്പൊ ഞാൻ ഒരു രാത്രി ബ്രദർ പറഞ്ഞ വചനങ്ങളൊക്കെ പറയും. എന്നിട്ട് ഒരു രാത്രി ഞാൻ ഹൃദയം നുറുങ്ങിയ പോലെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഇതൊന്നും മാറ്റിത്തായ ദൈവമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഈ നിമിഷം വരെ 3-4-5 മാസമായി ഒരു ഇൻഫെക്ഷനും ഇല്ല, ഒന്നുമില്ല. ആമേൻ. എത്ര നാളുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്നത്? 1 വർഷത്തിലധികം, 1.5 വർഷത്തെ ഇത് യൂറിൻ ഇൻഫെക്ഷൻ ഇടവിട്ട് വരിക. എന്നിട്ട് അങ്ങനെ മരുന്ന് കഴിച്ച് ഒരു ഇതായി. ലാസ്റ്റ് ഞാൻ ബ്രദറിന്റെ വചനങ്ങളും പറയും. പിന്നെ ഒരു ദിവസം രാത്രി ഞാൻ വയറുമ്പ കൈവച്ചിട്ട് ഞാൻ ഹൃദയം നുറുങ്ങിയ പോലെ അങ്ങോട്ട് കർത്താവിനോട് പറഞ്ഞു കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അന്ന് തൊട്ടൊന്നും വരില്ല. കർത്താവെ അങ്ങ് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പ്രേക്ഷിച്ചു. 1 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷന്റെ ഭാരപ്പെടുമായിരുന്നു. നമുക്കറിയാം, അസ്വസ്ഥത നമുക്ക് നന്നായിട്ട് മിക്കവർക്കും അറിയാം, അനുഭവിച്ചവർക്കറിയാം. ഇന്ന് വലിയ ഭാരത്തോടെ ഇരുന്നു. ആ വചനം കേട്ടു, വിശ്വാസത്തിൽ എടുത്തു പറഞ്ഞു. ഒരു ദിവസം കൈവച്ച് അങ്ങോട്ട് കൽപ്പിച്ചു. ഒരു കാര്യം ഉറപ്പിച്ചോണം, അവകാശമാണ് സൗഖ്യം.
അത്ഭുതം നമ്മുടെ അവകാശമാണ്. കാൽവരി ക്രൂശിലൂടെ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മുറിവിലൂടെ എനിക്ക് സൗഖ്യം വന്നു എന്ന് വിശ്വസിക്കണം. നിങ്ങൾ പറയണം. രോഗം പിശാചിന്റെ ആഗ്രഹമാണെങ്കിൽ സൗഖ്യം യേശുവിൻ്റെ പ്ലാനാണ്, നിങ്ങളുടെ അവകാശമാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവർക്ക് നിങ്ങൾക്ക് പറയാം. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ, ഒരു സാക്ഷ്യം പറയാനാണ്. എന്റെ മൂത്ത മകളുടെ കല്യാണം മെയ് 24-ാം തീയതി ആയിരുന്നു. അപ്പൊ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായിരുന്നു. വസ്തു വിൽക്കാനുണ്ടായിരുന്നു, എന്നിട്ട് വസ്തു വിറ്റില്ല. പക്ഷെ ഞാൻ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം കുറച്ചുപേരൊക്കെ പൈസയായിരുന്നു സഹായിച്ചു, കുറച്ചുപേര് കടം തന്ന് സഹായിച്ചു. അങ്ങനെ നല്ല രീതിയിൽ കല്യാണം നടത്താൻ സാധിച്ചു. അതിന് ദൈവത്തിന് 1000. ഇനി കുറെ കടങ്ങളുണ്ട്, എന്നാൽ അതെല്ലാം തീരും എന്നുള്ളതാണ് ദൈവത്തിന് പ്രത്യാശ. പക്ഷെ ദൈവം നല്ല രീതിയിൽ നടത്തി തന്ന ആ ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. നന്ദി കർത്താവേ. പ്രിയമക്കളുടെ ആവശ്യങ്ങളെ സ്വർഗ്ഗം അറിഞ്ഞല്ലോ. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇന്ന് ആ ഒരു കാര്യങ്ങൾ നന്നായി നടന്നെങ്കിലും അതിൻ്റെ പിന്നിൽ കടഭാരമുണ്ട്. എന്നാൽ അത് മുഴുവനും ഇതുപോലെ തന്നെ ഒരു സാക്ഷ്യമായി ദിവസങ്ങളിൽ മിറക്കിൾ മണിയായി തുറന്നു വരട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് ഇനിയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയൂ? വേറെ ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരാൾക്ക് ഇറച്ചിയോ എരിയുള്ള സാധനം കഴിക്കുമ്പോൾ വയറ് ഭയങ്കര വേദന. അങ്ങനെ ഇറച്ചി അവർ കഴിക്കാറേ ഇല്ല. അത് പോയിട്ട് വീട്ടിൽ രാത്രി കിടക്കുമ്പം രാത്രി 2 മണി 3 മണി സമയത്താവുമ്പോൾ കാളിംഗ് ബെൽ ആരോ അടിക്കുന്നത് പോലെ. പക്ഷെ വേറെ വീട്ടിലുള്ള മറ്റാർക്കും സൗണ്ട് കേൾക്കാറില്ല. പിന്നെ പകൽ എപ്പോഴും ഇങ്ങനെ വെള്ളം എന്തോ വീഴുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാം. അങ്ങനെ ഭയങ്കര ഒരു പേടിയാണെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അവരുടെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടിന് ഞാൻ വയറിൽ കൈവച്ച് അവരുടെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അന്നു മുതൽ അവർക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായില്ല. എല്ലാം സുഖമായി എന്നാണ് അവർ പറഞ്ഞത്. ദൈവത്തിന് അത്ഭുതം ഇപ്പൊ ആഹാരം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഇറച്ചി കഴിക്കുമ്പോ അല്ലെങ്കിൽ കഴിക്കാനേ പറ്റൂല. അവരുടെ വയറിൽ അൾസർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ അതെല്ലാം ആമേൻ. കർത്താവ് അത് പൂർണ്ണ സൗഖ്യമാക്കിയ പ്രിയ കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചു. ഇന്ന് ആ വീട്ടിൽ അസ്വസ്ഥമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ ഉണ്ടായിരുന്നു. എന്നാൽ രാത്രികാലങ്ങളിൽ അവരെ ഭയപ്പെടുത്തുന്ന പിശാചുക്കൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ രോഗം സൗഖ്യമായതോടൊപ്പം തന്നെ ഇന്ന് ആ കുടുംബത്തിലെ സകല വിഷയങ്ങളും അവിടെ സൗഖ്യമായിരിക്കുന്നു, വിടുവിച്ചിരിക്കുന്നു. കർത്താവ് ഇനിയും അനുഗ്രഹിക്കട്ടെ. എന്ന് പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് അവർക്ക് ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ല, അൾസറിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു കുഴപ്പവുമില്ല, എല്ലാ ആഹാരവും കഴിക്കാം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ സൗഖ്യത്തിൻ്റെ ദൈവമാണ്, പിശാചുകളെ തകർക്കുന്ന കർത്താവാണ് അവൻ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരുക്കുമല്ലോ. അനേകർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക. യേശു ഇനിയും സമൃദ്ധമായിട്ട് നടത്തും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, ഞാൻ റോമിന്നാണ് പറയുന്നത്. എൻ്റെ മോളാണ് എയർലൈൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അന്നേരം 3 വർഷം അവർ ലേണേഴ്സ് എഴുതിയിട്ട് പിന്നെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. പേടിച്ചാണ് ഇന്ന് പോയത്. എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ട് പോയ ദൈവകൃപയാൽ ഒരു പ്രയാസം ഉണ്ടാകാതെ അത് ടെസ്റ്റ് പാസ്സാകാൻ അവൾക്ക് ദൈവം ഇടയാക്കി. ആമേൻ. നന്ദി കർത്താവേ. രാജ്യത്തിന്റെ നന്മ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, പേഷ്യൻസിനൊക്കെ പൊക്കണമല്ലോ. അപ്പം 2 ആഴ്ചയായിട്ട് അപ്പം നടുവിന് ഇച്ചിരി പ്രയാസമായിട്ട് സിക്ക് ലീവ് എടുത്തിരിക്കുവാണ്. വെള്ളിയാഴ്ച തൊട്ട് ജോലി കയറണം. ഇനി ആ നടുവിന് വേദന ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അത്ഭുതം കർത്താവ് ചെയ്തു കഴിഞ്ഞ കൈവച്ചിട്ട് പറയാൻ പറഞ്ഞു. യേശുവിൻ്റെ വേദനകളെ അനുഭവിച്ചതാണ്, കർത്താവിൻ്റെ മുറിവെൻ്റെ സൗഖ്യമാണെന്ന് കൈവച്ച് പറഞ്ഞോളാൻ പറ. ഇപ്പം തന്നെ വ്യത്യാസം കാണുന്നു പറ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൊടുത്ത ജയത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയേക്കുന്നത്. ക്ലിയർ അല്ലല്ലോ? അതെ ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു. ഞാൻ പ്രമീതിയാണ്. എനിക്കൊരു ചെറിയ സാക്ഷി ഉണ്ടായിരുന്നു. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിന് കഴിഞ്ഞ ദിവസം വല്ലാണ്ട് ലെഗ് പെയിൻ ആയിരുന്നു. നടക്കാൻ വയ്യാത്ത തരത്തിലുള്ള വേദനയായിരുന്നു. പക്ഷെ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ബ്രദർ പറഞ്ഞിരുന്ന വചനം യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നതിന് ഉരുവിട്ടുകൊണ്ടേ ഇരിക്കാൻ പറഞ്ഞു. ഞാനും ഇതുപോലെ പ്രയറിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്തായാലും ഇന്നലെ ടീച്ചർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ ചേരുന്ന പ്രയറിൽ നന്ദി പറയണം, എന്റെ കാലിന് വേദന പൂർണ്ണമായും മാറുന്നു. ആമേൻ.
കർത്താവ് ഇനിയും നിങ്ങളെല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങളെ ജോലി തരുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങൾ ഇനി എവിടെ ജോലിക്ക് പോകുന്ന, വീട്ടു ജോലിക്കാണോ, എന്തും ആയിക്കോട്ടെ, എവിടെയോ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ഒരു അനുഗ്രഹമായി കർത്താവ് മാറ്റും. ഇന്ന് പ്രിയസ് പറഞ്ഞ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി. നിങ്ങൾ എവിടെ ചെന്നാലും, നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്നാലും, ഓട്ടോറിക്ഷയിൽ കയറിയാലും, ഫ്ലൈറ്റിൽ കയറിയാലും, ബസ്സിൽ കയറിയാലും, ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ ദൈവം എല്ലായിടത്തും ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇറങ്ങാൻ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളെ ദൈവം ഉപയോഗിക്കും. ഇതേപോലെ എല്ലായിടത്തും കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ഞാൻ എല്ലാവരോടും കൂടെ പറയുന്നത്, ആമേൻ പറഞ്ഞ് തെറ്റെടുത്തോട്ടെ. എൻ്റെ ജോലി സ്ഥലങ്ങളിൽ, എൻ്റെ വീട്ടിൽ, ഞാൻ എവിടെ ചെന്നാലും, മാർക്കറ്റിൽ പോയാലും, എവിടെ ചെന്നാലും യേശു എന്നെ ഉപയോഗിക്കും. അനേകരെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എന്നിലൂടെ വിടുതൽ നടക്കും. അനേക കുടുംബങ്ങൾ എന്നിലൂടെ വിടുവിക്കപ്പെടും. അനേക തകർന്ന ഭവനങ്ങൾ എന്നിലൂടെ ആശ്വാസമായി യേശുവിലേക്ക് വരും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി. ദൈവം ഉപയോഗിക്കും. ദൈവം ഉപയോഗിക്കും തോറും പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. എല്ലാവരും ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവ് ഇനിയും അനേകർക്ക് സൗഖ്യം കൊടുക്കുവാൻ ഇടയാക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. എന്ന് വിശ്വസിക്കുന്നവരെല്ലാം നിങ്ങളുടെ വിശ്വാസ കണ്ണുകളെ തുറന്നുകൊണ്ട്, കാണുന്ന നിങ്ങളുടെ ഭാരങ്ങളെ, നിങ്ങളുടെ പ്രയാസങ്ങളെ നോക്കാതെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഒരുക്കി വച്ചിരിക്കുന്നു. ഞാൻ സ്വർഗീയ പൗരത്വം ലഭിച്ച വ്യക്തിയാണ്, രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പം ഈ ഭൂമിയിൽ പരിഹാരമില്ലാത്തത് സ്വർഗത്തിൽ എനിക്ക് സൗജന്യമായി തരുന്ന ഒരു ഗവൺമെൻറ് ഉണ്ട്, ഒരു രാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്. അവിടെ ഞാൻ അവകാശിയാണ്. എൻ്റെ അവകാശങ്ങൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ച് തരിക തന്നെ ചെയ്യും.